നമസ്കാരം, എൻ്റെ പേര് അർജുൻ എന്നാണ്. ടെക് ബീസ് പ്രൊവൈഡേഴ്സ് ഹിറ്റാച്ചിയുടെ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ്. ATM ഫ്രാഞ്ചൈസി രംഗത്ത് 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. കേരളത്തിൽ വൈറ്റ് ലേബൽ ATM ഫ്രാഞ്ചൈസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിലുള്ള ഫ്രാഞ്ചൈസിലുള്ള ഒരാളാണ് ഞാൻ. 36ഓളം സൈറ്റുകൾ ഓൺ ചെയ്യുന്നുണ്ട്. 100ഓളം ഫ്രാഞ്ചൈസികളെ ഹാൻഡിൽ ചെയ്യുന്ന ടെക് ബീസ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഫ്രാഞ്ചൈസിയുടെ പ്രധാന സാരഥിയുള്ള ഒരാളാണ് ഞാൻ. വൈറ്റ് ലേബൽ ATM രംഗത്ത് ഹിറ്റാച്ചി, ഇന്ത്യ വൺ, വക്രാഞ്ചി, EPS, ഫിൻഡി അങ്ങനെ ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിക്കോട്ടെ, മിഷൻ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരുവിധം 80% ഇഷ്യൂസും കോമൺ ആയിരിക്കും. പിന്നെ കമ്മീഷൻ താരിഫ് പല കമ്പനികൾക്കും പലതായിരിക്കും, അവരുടെ ഫ്രാഞ്ചൈസി പോളിസികൾ പലതായിരിക്കും. ബാക്കിയും ഇഷ്യൂസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും. അതിൻ്റെ ടാക്സിൻ്റെ പ്രശ്നമായിക്കോട്ടെ, അതായത് നീതി വകുപ്പിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും, ഏത് ബ്രാൻഡിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും, ഏത് MFനുണ്ടല്ലോ വർക്ക് ചെയ്യുന്ന ഹിറ്റാച്ചിയുടെ ഫ്രാഞ്ചൈസികൾക്കായാലും ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ല നല്ല കോമൺ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി അതനുസരിച്ച് വീഡിയോകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ടെക് ബീസിൻ്റെ ആഭിമുഖ്യത്തിൽ ATM ഗുരു പ്രോഗ്രാം, അതായത് ഫ്രാഞ്ചൈസി ഗുരു പ്രോഗ്രാം, നമ്മളിതിന് FR ഗുരു പ്രോഗ്രാം നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഫ്രാഞ്ചൈസികൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ സെഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന്. പല എപ്പിസോഡിന് 1 by 1 ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിക്കോട്ടെ, മെഷീൻ്റെ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, ഫണ്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഓരോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വീക്കെൻഡിലോ ഇതിനകത്ത് ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിറ്റാച്ചിയുടെ ഫ്രാഞ്ചൈസികൾക്ക് നമുക്ക് ഓൺ ഫണ്ട് ഉണ്ട്, കമ്പനി ഫണ്ട് ഉണ്ട്. ഓൺ ഫണ്ട് ഉള്ള വീഡിയോ അല്ല, അവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം, കാണാതിരിക്കാം. കമ്പനി ഫണ്ടിങ് ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ച് കാണേണ്ട വീഡിയോ ആണ്. ഈ ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഫ്രാഞ്ചൈസികൾക്കും കമ്പനി ഫണ്ടിങ് എടുത്ത ഫ്രാഞ്ചൈസികൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഫണ്ടിങ് മോഡൽ ഞങ്ങൾ മാറ്റാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഫണ്ടിങ് മോഡലിൻ്റെ ഒരു ഫണ്ടിങ് പ്രോസസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കോളും മെയിലും SMS-ഉം വാട്സപ്പിൽ മെസ്സേജുകളും ഒക്കെ പല ഫ്രാഞ്ചൈസി ഗ്രൂപ്പുകളിലും വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി തന്നെ വരുത്തണം. അതിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനി പുതിയ CMD ടൂള് എനേബിൾ ചെയ്താണ് ഇനി ഫണ്ട് ചെയ്യാൻ പോകുന്നത്. അതൊരു അവരുടെ സോഫ്റ്റ്വെയറിൽ വരുന്ന ഇൻ്റഗ്രേഷൻ മാത്രമാണ്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രോപ്പറായിട്ട് ഫണ്ട് കിട്ടും. പുതിയ ഫണ്ടിങ് പാറ്റേൺ ആണ്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് തന്നുകൊണ്ടിരുന്നത്, നമുക്ക് എല്ലാ ദിവസവും ഒരു ICD മെയിൽ എന്നൊരു മെയിൽ നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ മെയിൽ ഐ ഡിയിൽ വരും, MFൻ്റെ മെയിൽ ഐ ഡിയിലും വരും. അതിനകത്ത് ഇത്ര രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത്, ഡെപ്പോസിറ്റ് ഇത്ര ഉണ്ടാവും, വിഡ്രോൾ ഇത്ര നടന്നു, ഡെപ്പോസിറ്റ് കഴിച്ചിട്ട് ഇത്ര എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ടേബിൾ കോളത്തിനകത്തുള്ള മെയിലുകളായിരിക്കും വരുന്നത്. ചില ഫ്രാഞ്ചൈസികൾ വരുന്ന കണക്ക് കൂട്ടി പല സംശയങ്ങളും രാവിലെ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഇനി ആ ഇഷ്യൂസൊക്കെ ഒരുപാട് സോൾവ് ആവുകയാണ്. MFനും എളുപ്പമാണ്, ഫ്രാഞ്ചൈസിക്ക് എളുപ്പമാണ്. നമ്മുടെ ജോലി എന്താണ്? ബാങ്കിൽ പോവുക, പൈസ എടുക്കുക, ലോഡ് ചെയ്യുക, അവിടെ എത്ര രൂപ വരും എന്നുള്ള കൃത്യമായ ഡാറ്റ മാത്രമേ നമുക്ക് മെയിൽ വരുള്ളൂ. ഡെപ്പോസിറ്റ് വന്ന് എത്രയാണെന്ന് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് നമുക്ക് എത്രയാണ് ഫണ്ട് ചെയ്യേണ്ടത് അത് കമ്പനിക്ക് അറിയാം. അത് കമ്പനി എല്ലാ ദിവസവും തലേ ദിവസം തന്നെ 11 മണിയാകുമ്പോൾ നമുക്ക് മെയിൽ വരും. എല്ലാ ദിവസവും രാത്രി 11 മണിയാകുമ്പോൾ നാളെ വരാൻ പോണ പൈസയുടെ മെയിൽ നിങ്ങൾക്ക് ഇന്ന് വരും എന്നാണ് കമ്പനി അഷുറൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 11 മണിയാകുമ്പോൾ നാളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന പൈസയുടെ മെയിൽ വരും. ചില ബാങ്കിൽ തലേന്നേ പറയണം, അത് രാവിലെ പറയണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയുടെ മെയിലുണ്ട്, അത് വരുമെന്നുള്ള അവർക്ക് ബ്രാഞ്ച് മാനേജർക്ക് വാട്സപ്പ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് രാവിലെ എടുത്തു വെച്ചിരിക്കും. ഈ മെയിൽ വെച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം, രാവിലെ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ബ്രാഞ്ച് മാനേജർ നമുക്ക് വിളിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ടിങ്ങിനകത്ത് നമ്മൾ ഫ്രാഞ്ചൈസി ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഞാൻ 29/10/2025 ഡേറ്റിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് പല ആൾക്കാർക്കും ഇമെയിൽ വന്നിട്ടുണ്ട്, നാളെ ഫണ്ടിങ് കാണത്തില്ല, നാളെ സൈറ്റ് ഓഡിറ്റിംഗ് പ്രശ്നം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഫണ്ടിങ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് കോള് വരുന്നുണ്ട്, മെയിലും വരുന്നുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൾറെഡി അവരെ മിഷനകത്ത് പൈസ കിടപ്പുണ്ട്. അത് 500 രൂപ മുതൽ 2 ലക്ഷം രൂപ ആയാലും 5 ലക്ഷം രൂപ എത്ര രൂപയായാലും ഈ ഇപ്പോഴത്തെ പാറ്റേൺ തന്ന പൈസ അക്കൗണ്ടിൽ മിഷനിൽ കിടപ്പുണ്ട്. ആ പൈസ ഡിസ്പെൻസ് ആയി മിഷൻ 0 കൗണ്ടർ ആക്കുക, അതായത് ഫുള്ള് ക്യാഷ് ഡിസ്പെൻസ് ആയി 0 കൗണ്ടർ ആക്കുക. ആ കൗണ്ടർ ആക്കിയതിന് ശേഷം കമ്പനി ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ പുതിയ ടൂളിലായിരിക്കും നിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത്. അതായത് പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പാറ്റേൺ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത്. അതൊരു AI ടൂൾ പോലൊരു സംവിധാനത്തിലാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതിലായിരിക്കും നിങ്ങളുടെ ഫണ്ടിങ് വരാൻ പോകുന്നത്. ഈ ഫണ്ടിങ് ടൂളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമുക്ക് 11 മണിയാകുമ്പോൾ മെയിൽ വരും. ആ ഫണ്ട് മാത്രം നമ്മൾ ലോഡ് ചെയ്താൽ മതി. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് കാണും.
വീക്കെൻഡ് ആയിക്കോട്ടെ ഹോളിഡേ ആയിക്കോട്ടെ എല്ലാം ഇതിനകത്ത് ഈ ടൂളിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഫണ്ട് നമുക്ക് കൃത്യമായിട്ട് വരും. ക്യാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. ഫോർകാസ്റ്റിംഗ് എല്ലാം ഇപ്പോഴത്തെ കാട്ടിയും കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിരിക്കും എന്നാണ് കമ്പനി നമുക്ക് അഷുറൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ CMD ടൂളിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രാഞ്ചൈസികൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ CD മെഷീൻ ഉള്ള ഫ്രാഞ്ചൈസികളാണെങ്കിൽ, കമ്പനി ഫണ്ടിങ്ങിൽ ചെയ്യുന്ന ഫ്രാഞ്ചൈസികളാണെങ്കിൽ നിങ്ങളുടെ റിജക്ഷൻ ബിൻ ATMനകത്ത് കാസറ്റ് 1 എന്നൊരു കാസറ്റ് ഉണ്ട്. അതായത് മോശമായ നോട്ട്, ചുളുങ്ങിയ നോട്ട്, എഴുതിയ നോട്ടൊക്കെ പോകുന്നൊരു ബിന്നുണ്ട്. ആ ബിന്നിനകത്ത് ഒരു 40,000 രൂപ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ട് മാറ്റി പുതിയ നോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ടൂള് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രാഞ്ചൈസികൾക്ക് നാളെ തന്നെ നിങ്ങളുടെ MFനെ കോൺടാക്ട് ചെയ്ത് ആ റിജക്ഷനിൽ കിടക്കുന്ന പൈസ എടുക്കുക. ഇപ്പോൾ റിജക്ഷൻ ഒരു 30,000 രൂപ കിടപ്പുണ്ട്, 40,000 തികഞ്ഞിട്ടില്ല. 30,000 രൂപ നമ്മൾ റിജക്ഷൻ കാസറ്റ് തുറക്കുക, ആ പൈസ കാസറ്റിൽ നിന്ന് എടുക്കുക, അത് ബാങ്കിൽ കൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ നോട്ട് ഉണ്ടെങ്കിൽ മാറ്റി അതിന് പകരമായിട്ടുള്ള നോട്ട് ആ എത്ര എമൗണ്ട് ആണ് റിജക്ഷൻ ബിൻ ഉണ്ടായിരുന്നത് ആ എമൗണ്ട് മെഷീനിൽ ലോഡ് ചെയ്യുക. അപ്പോൾ ആ റിജക്ഷൻ ബിന്നിൽ കിടക്കുന്ന പൈസ നമ്മൾ നാളെ തന്നെ മറ്റന്നാൾ തന്നെ മെയിൽ വന്ന ഫ്രാഞ്ചൈസികളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫണ്ടിങ്ങിലോട്ട് മാറ്റാനുള്ള ഇൻറ്റിമേഷൻ മെയിൽ വന്ന ഫ്രാഞ്ചൈസികളെ ചെയ്യുക. എല്ലാവർക്കും മെയിൽ പോയിട്ടില്ല. അവർ ഇത്ര ഫ്രാഞ്ചൈസി സെലക്ട് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം വന്ന ആൾക്കാർ മെയിലിൽ ചെക്ക് ചെയ്ത് നോക്കുക. CMD ടൂള് അല്ലെങ്കിൽ പറഞ്ഞൊരു മെയിൽ Gmail വന്നാൽ നോക്കുക. വന്നെങ്കിൽ നിങ്ങളുടെ MFനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ICD മെയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ ലിസ്റ്റിൽപ്പെട്ട ആളാണെന്ന് അറിയാം. കാരണം ഇന്നലെ മെനിങ്ങാന്ന് നിങ്ങൾക്ക് ഫണ്ട് വന്നിട്ടുണ്ടോ, 29-ാം തീയതി 28-ാം തീയതി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫണ്ട് വരേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ MFനെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഈ ടൂളിൻ്റെ ഭാഗമായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സമയമായോ എന്ന് ചോദിക്കുക. ആയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറെ വിളിച്ച് EOD ചെയ്യാൻ സമയമായി, ഞങ്ങൾക്ക് ടൂളിലോട്ട് മാറാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് റിജക്റ്റ് ബില്ലിലെ ക്യാഷ് മാറ്റി അതിന് പകരം വേറെ നോട്ട് മെഷീൻ ലോഡ് ചെയ്യണം. ആ റിജക്ഷൻ ബില്ലിലെ ക്യാഷിനുള്ള വോളിയം അതിൻ്റെ ഒരു എമൗണ്ട് പിന്നെ നമ്മുടെ കാസറ്റുള്ള എമൗണ്ടും ഫുൾ എമൗണ്ടിന് തീർന്നു കഴിഞ്ഞാൽ മെഷീൻ 0 കൗണ്ടറായി, മെഷീൻ 0 ആയി. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, മെഷീൻ 0 ആയെന്ന് MFനെയോ കമ്പനിയോ ഫണ്ട് ടീമിനെയോ അറിയിച്ചു കഴിഞ്ഞാൽ അവർ CMD ടൂളിൽ നിന്ന് പിറ്റേ ദിവസം മുതൽ ഫണ്ട് ചെയ്യും. അപ്പോൾ വേറെ ഒന്നും പേടിക്കാനില്ല. കാര്യം ഇതാണ്, ഫണ്ടിങ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാഷ് ഡിസ്പെൻസ് ആയി തീരണം. മാക്സിമം റിജക്ഷനിൽ കിടക്കുന്നത് പൈസയും കൂടെ നിങ്ങൾ എടുത്ത് നിറയ്ക്കണം. അതാണ് ഉദ്ദേശിക്കുന്നുള്ള ഈ മെയിൽ കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നും ഈ ചാനലിനകത്ത് ATM സർവീസ് കേരള എന്നുള്ള യൂട്യൂബ് ചാനലിനകത്ത് ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോകളും FR ഗുരു പ്രോഗ്രാം എന്നുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരും. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുക. ഇതിൽ ഏണിങ്സ് ഉള്ളൊരു വീഡിയോ പ്രോഗ്രാം പരിപാടിയായിട്ട് കണക്കാക്കരുത്. കാരണം നമ്മൾ ടെക്ബിസിൽ ഒരുപാട് ഫ്രാഞ്ചൈസികളുണ്ട്, പിന്നെ മറ്റ് MFനുള്ള ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഡൗട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ദൂരീകരിക്കണം. പെട്ടെന്ന് നമ്മുടെ സൈഡ് ഡൗൺ ടൈം കുറയ്ക്കണം. ഈ സെക്ടറിലൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവണം. അതുമാത്രമാണ് ഈ ഒരു FR ഗുരു പ്രോഗ്രാം കൊണ്ട് ടെക്ബിസ് ഉദ്ദേശിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ ചാനലിൽ കയറുക, നിങ്ങൾ ഈ വീഡിയോകൾ കാണുക. നന്ദി, നമസ്കാരം.